വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു അപകടം നടന്നിരിക്കുന്നു ഇടുക്കി ചിത്തിരപുരത്ത് മണ്ണെടുക്കുന്നതിനിടെ തിട്ടയിടിഞ്ഞു വീണ് അപകടമുണ്ടായി. രണ്ടുപേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ജയിൽ നൽകുന്ന വിവരം. റിസോർട്ടിന് സംരക്ഷണ ഭിത്തി കെട്ടുമ്പോഴുണ്ടായ അപകടമാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ലഭ്യമാണ്. ദാരുണമായൊരു സംഭവമാണ്. അല്പം മുമ്പാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായി എന്ന വിവരം ജെയിൻ പങ്കുവച്ചത്. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി രക്ഷാപ്രവർത്തനം വേഗത്തിൽ അവിടെ നടത്തുന്നു എന്ന വിവരവും ജെയിൻ പങ്കുവച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറെ ദുഃഖകരമായ വിവരം, ഇടുക്കി ചിത്രപുരത്ത് മണ്ണെടുക്കുന്നതിനിടെ തിട്ട ഇടിഞ്ഞു വീണ് രണ്ടുപേർ മരിച്ചു എന്നതാണ്. ജെയിൻ, ഈ മരിച്ച ആളുകൾ അവർ ഈ റിസോർട്ടിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരാണോ, അതോ നാട്ടുകാരാണോ, അതോ സഞ്ചാരികളാണോ? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ്, ഇവർ അവിടുത്തെ തൊഴിലാളികളാണ്. അതായത് നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആനച്ചാൽ ശംഖുപടി സ്വദേശി രാജീവൻ, അതോടൊപ്പം തന്നെ ബൈസൺ വാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. ഇവർ നിർമ്മാണം, ഒരു മതിലിനോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിരുന്നു. അതുൾപ്പെടെയാണ് ഈ തൊഴിലാളികൾക്ക് മുകളിലേക്ക് വീണത്. ഏറെ നേരം ഇവർ മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി എന്നുള്ളതാണ്, 1 മണിക്കൂറോളം മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി എന്നുള്ളതാണ് നമുക്ക് പ്രദേശത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. മൂന്നാറിൽ നിന്നും അതോടൊപ്പം തന്നെ അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിനു മുമ്പ് തന്നെ JCB ഉപയോഗിച്ച് മണ്ണുമാറ്റാൻ ആരംഭിച്ചിരുന്നു. ആദ്യം ഒരാളുടെ മൃതദേഹം ലഭിച്ചു. അദ്ദേഹത്തെ മരിച്ച നിലയിൽ തന്നെയാണ് പുറത്തെടുത്തത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് രണ്ടാമത്തെ ആളുടെ മൃതദേഹം കൂടി പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നടന്നതൊരു അനധികൃത നിർമ്മാണമാണ് എന്നുള്ളതാണ്. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അത് അവഗണിച്ചുകൊണ്ട്, അത് ലംഘിച്ചുകൊണ്ട് കടന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇത്തരത്തിലൊരു ദാരുണ അന്ത്യത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മൂന്നാർ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം കൂടിയാണല്ലോ ഈ ചിത്രപുരം എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ മൂന്നാറിൽ നിന്ന് വലിയ ദൂരമില്ല, അപ്പോൾ ഒരു അരമണിക്കൂർ യാത്രയിൽ നമുക്ക് ചിത്രപുരം എത്താം. ആ മേഖലയാകെ റിസോർട്ടുകൾ ഉള്ള സ്ഥലങ്ങളാണ്. അനധികൃതമായ നിർമ്മാണം മൂന്നാറിൽ മാത്രമല്ല, ചിത്രപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ആനച്ചാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ സജീവമാണ്. ഈ നോട്ടീസ് നൽകിയാലും ഫലമില്ലാത്ത തരത്തിൽ നിർമ്മാണം എങ്ങനെയാണ് അവിടെ സാധ്യമാകുന്നത് തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളുണ്ടല്ലോ ഈ അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ. ജെയിൻ, രതീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലയോര മേഖലയിൽ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പല സോണുകളായി തിരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭൂമിയുടെ ചെരിവൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് റെഡ് സോൺ, അവിടെ പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളായി തിരിച്ചാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ നിയന്ത്രണം ഏർപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് അത് ലംഘിച്ചുകൊണ്ട് നടന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് സ്റ്റോപ്പ് മെമ്മോ റവന്യൂ വകുപ്പ് നൽകിയത്. പക്ഷേ ഉദ്യോഗസ്ഥർ അവിടെ എത്തി ആ സ്റ്റോപ്പ് മെമ്മോ എങ്കിൽ പോലും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ അവിടെ തന്നെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത് ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ റവന്യൂ ഉദ്യോഗസ്ഥർ കാണുന്നുള്ളൂ എന്നതാണ്. മറ്റൊന്ന്, ഈ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് അത്രയും വിലയെ ഈ കെട്ടിട ഉടമകളും കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും ഈ അപകടത്തിലേക്ക് നയിച്ചതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നാൽ അവിടെ ആനച്ചാലിൽ വില്ലേജ് ഓഫീസറുണ്ട്, അതിന് മുകളിലേക്കുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, ദേവികുളം തഹസിൽദാർ, അതോടൊപ്പം തന്നെ ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കീഴിലാണ് ഈ പ്രദേശം വരുന്നത്. അവിടെ അനധികൃത നിർമ്മാണം നടന്നാൽ അത് തടയേണ്ട ഉത്തരവാദിത്തം ഈ ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷേ അത് പലപ്പോഴും ചെയ്യാറില്ല. ജനുവരിയിലാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അതിനുശേഷം അവഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടന്നത്. ദൃശ്യങ്ങളിൽ തന്നെ കോടമഞ്ഞൊക്കെ ഇറങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, സമീപകാലത്ത് മഴയൊക്കെ പെയ്തു. മഴ അല്പം മാറി നിൽക്കുന്ന സമയം കൂടിയാണ്. അതിനിടയിലാണ് ഈ നിർമ്മാണ വിലക്കുള്ള സ്ഥലത്ത് മണ്ണെടുത്തു മാറ്റുന്ന പ്രവൃത്തി നടന്നത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത പ്രവൃത്തിയായിരുന്നു എന്നത് വ്യക്തമാണ്. ഇടുക്കി ചിത്രപുരത്താണ് അപകടമുണ്ടായത്. മൂന്നാറിന് സമീപമാണ്. മൂന്നാറിൽ നിന്നൊരു 15 കിലോമീറ്ററിന് ഉള്ളിൽ, 15 കിലോമീറ്ററിനകത്ത് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമാണ് ചിത്രപുരം. സഞ്ചാരികളുടെ തിരക്കിപ്പോൾ കൂടി വരുന്നൊരു പ്രദേശമാണ് ചിത്രപുരം. നിരവധി റിസോർട്ടുകളുണ്ട്. പുതിയ റിസോർട്ടുകളുടെ നിർമ്മാണം ആനച്ചാൽ, ചിത്രപുരം മേഖലയിലൊക്കെ നടക്കുന്നുണ്ട്. ചിത്രപുരത്ത് റിസോർട്ടിന് വേണ്ടി മണ്ണെടുക്കുന്നതിനിടയിലാണ് തിട്ട ഇടിഞ്ഞ് വീണ് 2 പേർ മരിച്ച ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. സംരക്ഷണ ഭിത്തി കെട്ടുമ്പോൾ അപകടമുണ്ടായി, മതിൽ കെട്ടുമ്പോൾ അപകടമുണ്ടായി എന്ന വിവരമാണ്. രക്ഷാപ്രവർത്തനം വേഗത്തിൽ ആരംഭിച്ചുവെങ്കിലും, അവിടുത്തെ സാധ്യമായ തരത്തിൽ വേഗത്തിൽ ആരംഭിച്ചുവെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജെയിൻ തുടരുന്നുണ്ട്. ജെയിൻ, മൂന്നാറിൽ നിന്നുൾപ്പെടെയുള്ള അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വേഗത്തിൽ അവിടേക്കെത്തി മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും
വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണു. ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ ആദ്യമേ ഉണ്ടായിരുന്നു തോന്നല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് പൂർണ്ണമായും മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളികളെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിയുമോ എന്നൊരു സംശയം നിലനിന്നിരുന്നു. എങ്കിലും അവരെ പരമാവധി വേഗത്തിൽ ഇവരെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പ്രദേശത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ അത്തരം ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയും മണ്ണ് നീക്കം ചെയ്യാൻ തന്നെ വലിയ അളവിൽ സമയം ആവശ്യമുണ്ട്. കൂടാതെ ഈ തൊഴിലാളികളുടെ ശരീരത്തിൽ ഈ JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുമ്പോൾ അവരുടെ ശരീരത്തിൽ അത് മുട്ടി ഉള്ള പരിക്കുകൾ ഒഴിവാക്കുകയും ചെയ്യണം. അങ്ങനെ വളരെ സൂക്ഷ്മമായി മാത്രമേ രക്ഷാപ്രവർത്തനം സാധ്യമാവുമായിരുന്നുള്ളൂ. എന്തായാലും വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടുപേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഒരാൾ ആനച്ചാൽ സ്വദേശിയാണ് സജീവൻ, അതോടൊപ്പം തന്നെ ബൈസൺ വാലി സ്വദേശി ബെന്നി. ഈ രണ്ട് തൊഴിലാളികളുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് വീഴ്ചയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ഈ കെട്ടിട നിർമ്മാണം നടത്തുന്ന ആളുടെയും വീഴ്ചയാണ്. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ലംഘിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. ജനുവരിയിൽ കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പമോ നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന വിവരം. ഇങ്ങനെ ജനുവരിയിൽ സ്റ്റോപ്പമോ നൽകിയിട്ടും അവിടെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ ഈ കെട്ടിട ഉടമയ്ക്കും സ്ഥല ഉടമയ്ക്കും കഴിഞ്ഞത് എങ്ങനെയെന്ന ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ശരി, ദാരുണമായൊരു സംഭവമാണ്. ഇടുക്കി ചിത്രപുരത്താണ് സ്റ്റോപ്പമോ ലംഘിച്ചുകൊണ്ട് റിസോർട്ടിന് വേണ്ടി മതിൽ കെട്ടുന്നതിനിടയിൽ ആ സംരക്ഷണ ഭിത്തി തകർന്നു വീണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. ജെയിനാണ് ആ വിവരങ്ങൾ നൽകിയത്.